Hello, welcome to Chitavi Delights. We are now going to talk about the secondary of Alula. സൗദി അറേബ്യയിലെ അല്യൂല എന്ന നഗരത്തിൽ ഞങ്ങളുടെ 2ാം ദിവസം ഇങ്ങനെയായിരുന്നു തുടങ്ങിയത്. ഏകദേശം ഒരു 8 മണിയോടുകൂടി നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന കോട്ടയാട് വില്ലയുടെ ഫ്രണ്ടിലായിട്ട് നിറയെ ബോഗൺവില്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. വീട്ടിലും ഇത്രയും ഭംഗിയിലൊക്കെ വെച്ചുപിടിപ്പിക്കണം എന്നുള്ളത് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും നമ്മൾ ഇറങ്ങി. നമ്മുടെ ഡെസ്റ്റിനേഷൻ വിൻ്റർ പാർക്ക് ആയിരുന്നില്ല, പക്ഷെ നമ്മൾ അവിടേക്കാണ് എത്തിച്ചേർന്നത്. കാറിലിരിക്കുമ്പോൾ ഇഹാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. എങ്കിൽ പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ, കൂട്ടമായി അതൊരു വലിയ ആഗ്രഹമാക്കി എടുത്തേക്കാം എന്ന് കരുതി ഞങ്ങൾ അവിടെ ഇറങ്ങി. വളരെ കാം ആൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രദാനം ചെയ്യുന്ന ഈ പാർക്കിൽ ബർഗർ കിങ്ങിൻ്റെ ഒരു ബ്രാഞ്ച് കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ഡ്രിങ്ക്സിനോടുള്ള ക്രേവിങ്സ് ഒക്കെ കുറച്ചിട്ടുണ്ട്. ഐ ഫെൽറ്റ് എ ബിറ്റ് ഓവർ പ്രൈസ്ഡ്. ഒരു ചെറിയ വെള്ളത്തിന് 4 റിയാലൊക്കെ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഹാൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആ വിൻ്റർ പാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അല്ലുലയിലുള്ള മദേൻസലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലുലയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ സിറ്റിയാണ് മദേൻസാല. മദേൻസാലയെ ഹെഗ്ര എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. നബതീയർ എന്ന പുരാതന ജനതയാണ് ഹെഗ്ര പണിതത്. ഇവർ തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധമായ പെട്ര പണിതതും. അമ്മയും അച്ഛനും മുമ്പ് മദൻസാലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഗ്രയെക്കുറിച്ച് എനിക്ക് അറിവുകൾ പരിമിതമല്ല. എങ്കിലും കാഴ്ച നൽകുന്ന ഇമ്പം അനുഭവിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചത്. ഇവിടേക്ക് വരുന്നവർക്ക് ഇരിപ്പിട സൗകര്യങ്ങൾ ഒക്കെയും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശാലമായ പാർക്കിംഗ്. ആശങ്കകളില്ലാതെ സുരക്ഷിതമായി നിങ്ങൾക്കിവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഹെഗ്രയുടെ വെൽക്കം സെൻറ്റർ ഒരു മോഡേൺ ആൻഡ് ട്രഡീഷണൽ ഫ്യൂഷനിലാണ് അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ട്രഡീഷണൽ സൗദി അറേബ്യയുടെ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് ഒരു കണ്ടംപററി സ്റ്റൈലിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഒരു ഡെസേർട്ട് ഇൻസ്പയർഡ് ഇൻറ്റീരിയർ ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കഫ്റ്റീരിയകളും ലോഞ്ചുകളും ഗിഫ്റ്റ് ഷോപ്പുകളും മറ്റും. ഇറ്റ്സ് എ ബാഡ് ലക്ക്. നിർഭാഗ്യവശാൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഓൺലൈൻ ബുക്കിംഗ് ആണിപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇത്രമാത്രം ആകാംക്ഷയോടെ വന്നത് എന്തിനാണെന്നറിയാമോ? പാറയിൽ കൊത്തിയ 100-ൽ പരം ശവകുടീരങ്ങൾ കാണുവാനാണ്. നബതീയർ ആ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന വലിയൊരു സംസ്കാരം എന്തെന്നറിയുവാനാണ്. ഇന്നത്തെ യാത്രയിൽ ഒരു തീരാ നഷ്ടം സംഭവിച്ചു പോയിരിക്കുന്നു. ഒരുപാട് നേരം വൈകാതെ നമ്മൾ ഒസ്റ്റു റെസ്റ്റോറൻറ്റിലെത്തി. അത് നമ്മളുടെ വില്ലയുടെ അരികിലായി തന്നെ ഉള്ളതാണ്. ഒരു ഗ്രീനറി അറ്റ്മോസ്ഫിയർ കിട്ടുന്ന രീതിയിൽ അതിന് ഇൻറ്റീരിയർ സെറ്റിങ്സ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു ചുവപ്പ് പരവതാനി വിരിക്കും പോലെ നിറയെ റെഡ് ലൈറ്റ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന് കഴിക്കുവാനുള്ള ആഗ്രഹത്തെ തുടർന്ന് നമ്മൾ ഗ്രിൽഡ് ഐറ്റംസ് മുഴുവനും പാഴ്സലായാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, നമ്മെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ പല സ്ഥലങ്ങളിലും എത്തപ്പെടാറ്. അങ്ങനെ എത്തപ്പെടുന്ന എന്നാണോ അന്ന് നിങ്ങളും ഒപ്പം ഉണ്ടാവും.